വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നാട്ടിലേക്ക് പണം അയക്കുന്നത് വളരെ സാധാരണമാണ്. എന്നാൽ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത്തരം സാധാരണ പണമിടപാടുകൾ പോലും വലിയ നിയമക്കുരുക്കുകളിൽ ചെന്ന് ചാടിച്ചേക്കാം. പണം അയക്കുന്ന പ്രവാസികൾ ഇനി ഈ കാര്യങ്ങൾ കൂടി പ്രത്യേകം അറിഞ്ഞിരിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നാട്ടിലുള്ള തങ്ങളുടെ മാതാപിതാക്കൾക്കോ കുടുംബത്തിനോ പണം അയക്കുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ കൃത്യമായ ചില രേഖകൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത്തരം സാധാരണ പണമിടപാടുകൾ പോലും വലിയ നിയമക്കുരുക്കുകളിലേക്ക് ചെന്ന് ചാടിച്ചേക്കും. ഒരു പ്രവാസി ഇന്ത്യക്കാരൻ തന്റെ മാതാപിതാക്കൾക്ക് 11 ലക്ഷം രൂപ അയച്ചതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കുകയും നീണ്ട 6 വർഷത്തെ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ആ നോട്ടീസ് റദ്ദാക്കാൻ സാധിച്ചതുമെന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു. സ്വന്തം കുടുംബത്തിലേക്ക് അയക്കുന്ന പണത്തിന് ഇന്ത്യയിൽ നികുതി നൽകേണ്ടതില്ലെങ്കിലും പണത്തിന്റെ സ്രോതസ് തെളിയിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ NRIകളും OCIകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന നിയമങ്ങളുണ്ട്. ഇന്ത്യയിലെ ആദായ നികുതി നിയമപ്രകാരം ഒരു NRI തന്റെ അടുത്ത ബന്ധുക്കൾക്ക്, അതായത് അച്ഛനോ അമ്മയോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ അയക്കുന്ന പണത്തെ ഗിഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് യാതൊരു വിധത്തിലുള്ള നികുതിയും നൽകേണ്ടതില്ല. ഇതിന് കൃത്യമായ ഒരു ഉയർന്ന പരിധിയും നിശ്ചയിച്ചിട്ടുമില്ല. എന്നാൽ ബന്ധുക്കളല്ലാത്ത സുഹൃത്തുക്കൾക്കോ മറ്റുമാണ് പണം അയക്കുന്നതെങ്കിൽ നിയമം മാറും. ഒരു സാമ്പത്തിക വർഷം ബന്ധുക്കളല്ലാത്തവരിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനത്തുക 50,000 രൂപയിൽ കൂടുതലാണെങ്കിൽ ആ തുക മുഴുവനായും പണം കൈപ്പറ്റുന്ന ആളുടെ വരുമാനമായി കണക്കാക്കി നികുതി ഈടാക്കുന്നതാണ്. അംഗീകൃത ബാങ്കിംഗ് ചാനലുകൾ വഴി ഇന്ത്യയിലേക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പണം അയക്കുന്നതിന് റിസർവ് ബാങ്ക് പ്രത്യേക ഉയർന്ന പരിധി നിശ്ചയിച്ചിട്ടില്ല. കുടുംബത്തിന്റെ ചെലവുകൾ, വിദ്യാഭ്യാസം, ചികിത്സ, സമ്പാദ്യം, നിക്ഷേപങ്ങൾ എന്നിവയ്ക്കായി പ്രവാസികൾക്ക് പണം അയക്കാം. എന്നാൽ പണം അയക്കുന്ന വിദേശ രാജ്യങ്ങളിലെ പ്രാദേശിക നിയമങ്ങൾ പ്രകാരം ഉയർന്ന തുക അയക്കുമ്പോൾ അവിടെ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടി വന്നേക്കും. എന്തായാലും വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയക്കുന്ന പണം കൃത്യമായി തന്നെ കുടുംബത്തിൽ എത്താനും ശ്രദ്ധിക്കണം. മറ്റ് നിയമക്കുരുക്കുകളിൽ പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.